ദശകം 29 മോഹിനി രൂപവർണ്ണനമാണ്. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരത്സു ദൈത്യേഷു താന ശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദധിത ദേവഭവത്പ്രഭാവാദുദ്യൽസ്വയൂഥകലഹ ദിതിജാ ബഭൂവുഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇവിടെ 28ാമത്തെ ദശകത്തിൻ്റെ ഫലശ്രുതിയായിട്ട് പറയാറുള്ളത് ഉദ്ദിഷ്ട ഫലസിദ്ധിയും സൽകീർത്തിയും ഒക്കെയാണ്. യാതൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നുവോ ഈ പാലാഴി മഥനം നടത്തിയത്, അത് ആ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു ദശകമാണ് 28ാമത്തേത്. 27ാമത്തെ ദശകത്തിൽ അതിൻ്റെ തുടക്കമായിരുന്നു, ആ പാലാഴി മഥനത്തിൻ്റെ തുടക്കമായിരുന്നു കണ്ടത്. എന്നാൽ 28ലേക്ക് വന്നപ്പോൾ ഇതാ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തി ധന്വന്തരീമൂർത്തി അമൃതകുംഭവുമായി അങ്ങ് തന്നെ ആണ് ആ ധന്വന്തരമൂർത്തിയായിട്ട് ആ ജലധി നിന്നും പൊങ്ങി വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പാലാഴി മഥനം അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തി എന്ന് തന്നെയല്ല, ഇത് നമ്മളെ മറ്റു ചില പാഠങ്ങൾ കൂടി പഠിപ്പിക്കുന്നുണ്ട്. പാലാഴിയാണെങ്കിൽ പോലും കടയുമ്പോൾ അതിൽ നിന്നും പൊങ്ങി വരുന്നത് പല ഗുണങ്ങളോട് കൂടിയ കാര്യങ്ങളായിരുന്നു. നോക്കൂ, സാക്ഷാൽ ഭഗവാൻ തന്നെ കുടികൊള്ളുന്ന ആ പാലാഴി കടഞ്ഞപ്പോൾ കാളകൂട വിഷം ഉൾപ്പെടെയുള്ള തമോ ഗുണ പ്രധാനമായിട്ടുള്ള പലതും പൊങ്ങി വന്നു. രജോ ഗുണ പ്രധാനമായിട്ടുള്ള വാരുണീദേവി, അതേപോലെ തന്നെ അപ്സര സ്ത്രീകളൊക്കെയും അങ്ങനെയുള്ളവയാണ്. അവരും മറ്റുള്ളവരെ മോഹിപ്പിക്കുക, ഭ്രമിപ്പിക്കുക, മതിപ്പിക്കുക, ഇതുമൊക്കെ അവരുടെ ഒരു ലക്ഷണം തന്നെയാണ്. നമുക്ക് നരനാരായണ ഋഷിമാരുടെ നരനാരായണ അവതാരത്തിൽ നമ്മൾ കണ്ടിരുന്നു ഈ അപ്സര സ്ത്രീകളെയൊക്കെ ആ തപസ് മുടക്കുവാനായിട്ട് കൊണ്ടുവരുന്നത് ദേവേന്ദ്രൻ. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഗുണങ്ങൾക്കനുസരിച്ചുള്ളവയായിട്ടാണ് പലതും പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ ഗുണങ്ങളിൽ തൽപരരായിട്ടുള്ളത് ആരാണോ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്ന് വിഭജിച്ചു കൊടുത്തു. കാമധേനു അല്ലെങ്കിൽ സുരഭി എന്ന് പറയുന്നത് തൻ്റെ പാലുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം കൊടുക്കുന്നവരാണ്. തന്നെ കറന്നെടുക്കുന്ന പാല് ലോകത്തിന് നന്മയായി ഭവിക്കണമെന്ന് കരുതുന്നതാണ്. അത് കൊടുത്തത് മഹർഷിമാർക്കാണ്. മഹർഷിമാരുടെ ഓരോ തപസ്സും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സാധനവും ഉയർന്നു വന്ന ഓരോന്നും അതാതിൻ്റെ ഗുണമനുസരിച്ച് അത് അർഹിക്കുന്ന കരങ്ങളിലേക്ക് അവരുടെ ഗുണവും കൂടി അതിനോട് യോജിച്ചു പോകുന്നവയാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഭഗവാൻ കൊടുത്തത്. എന്നാൽ ഇവിടെ ആ സാത്വിക ഭാവം തികഞ്ഞു നിന്നിരുന്ന ലക്ഷ്മി ദേവിയെ ഭഗവാൻ തൻ്റെ മാറിടത്തിൽ ഇരിപ്പിടം കൊടുത്ത് ആദരിക്കുകയും ചെയ്തു. കാരണം മറ്റൊന്നിലും ശ്രദ്ധയില്ല, തന്നിൽ മാത്രമാണ് ശ്രദ്ധ, തന്നിൽ മാത്രമാണ് തൽപര എന്ന് മനസ്സിലാക്കി ഭഗവാൻ. ഇവിടെ ഭഗവാന്റെ ഇരിപ്പിടമായ ആ പാലാഴിയിൽ ഇങ്ങനെ ഒരു ദേവാസുര യുദ്ധം നടന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാലാഴി എന്ന് പറയുന്ന അനന്തമായ ഒരു സാഗരമാണ്. സാഗരം എന്ന് പറയുന്നത് തന്നെ അനന്തതയുടെ പ്രതീകമാണ്. അപ്പോൾ അങ്ങനെ
സാക്ഷാൽ ഭഗവാൻ തന്നെ കുടികൊള്ളുന്ന അനന്തസാഗരത്തിൽ നടന്ന ദേവാസുര യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ചിത്തത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. ആ മനസ്സിനെ നന്നായി ഒന്ന് മഥനം ചെയ്താൽ, പലപ്പോഴും അങ്ങനെ മഥനം ചെയ്യപ്പെടുന്ന പലതും പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുപെടാറുണ്ട്. ഇവിടെ ദേവന്മാർക്ക് അങ്ങനെയൊരു ശാപം കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാലാഴി മഥനം നടന്നതെങ്കിൽ, ഇവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം സാഹചര്യങ്ങൾ നമ്മളെ മഥിക്കുന്നതായിട്ടുണ്ട്. ഈ മഥനം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു യുദ്ധമുണ്ട്, ധർമാധർമ്മ യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. ശരിയും തെറ്റും നിർവചിച്ചറിയാനാവാത്ത വിധത്തിലേക്ക് മനസ്സ് കലങ്ങിമറിയുമ്പോൾ അവ തമ്മിലുള്ള ഒരു യുദ്ധമുണ്ട്. ഒടുവിൽ ആ ശരിതെറ്റുകളുടെ യുദ്ധത്തിന് ശേഷം, ആ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം അവിടെ നിന്നും ഉയർന്നു വരുന്നത്, ഇവിടെ ദേവന്മാർക്ക് അമൃത് ലഭിച്ചതുപോലെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്നും, നമ്മുടെ ഉള്ളിലെ മനസ്സാകുന്ന ആ പാലാഴിയെ കടഞ്ഞ് അതിൽ നിന്നും സാക്ഷാൽ വെണ്ണ തന്നെയാണ് പുറത്തേക്ക് വരിക. എന്താ? നന്മയുടെ ഒരുരുള്ള വെണ്ണ. പക്ഷെ അത് വരണമെങ്കിൽ നന്നായി മഥനം ചെയ്യപ്പെടണം. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെ മനസ്സിലിട്ട് നന്നായി കടയാറുണ്ട്. ആ കടഞ്ഞിട്ടൊടുവിൽ സങ്കടത്തിൻ്റെ ആഴക്കടലിൽ വരെ ചെന്ന് പതിച്ചതിന് ശേഷം അവിടെ നിന്നും ഭഗവാൻ എടുത്തുകൊണ്ടുവരുന്നത് പരിശുദ്ധമായ വെണ്ണയായിട്ടാവും. കാരണം ആ സമയത്താണ് നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്ന, ഭഗവാനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ആ കടയുന്നതിന്, ആ മഥനം നല്ലതുപോലെ നടന്നാൽ പരിശുദ്ധമായ വെണ്ണയായി പുറത്തു വരും. വീണ്ടും അത് തൈരിലിട്ടാൽ അല്ലെങ്കിൽ മോരിലിട്ടാൽ അത് കലങ്ങിപ്പോവില്ല, അത് വേർപെട്ടു തന്നെ നിൽക്കും വെണ്ണ. ഇതേപോലെ ഭഗവാൻ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് വീണ്ടും ഈ സംസാര സാഗരത്തിൽ കിടന്നാലും അതിനോടൊന്നും ഒട്ടലില്ലാതെ, അതിനോട് ചേരാതെ ഭഗവാനോട് തന്നെ സദാ ചേർന്ന് പരിശുദ്ധമായിട്ട് അതങ്ങനെ നിലനിൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം തന്നെയും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്, കൃപയാണ്. നമ്മളെ പരിശുദ്ധമായ വെണ്ണയാക്കി മാറ്റുന്നതിനുള്ള ഭഗവാന്റെ കൃപയാണത്. അങ്ങനെ ഭഗവാന്റെ ആ കൃപയ്ക്ക് പാത്രീഭവിക്കാൻ ഇടയായാൽ ഉറപ്പാണ് സൽകീർത്തിയെ തേടി നമ്മൾ പോകണ്ട, നമ്മളെക്കുറിച്ചുള്ള സൽകീർത്തി അത് ലോകമെമ്പാടും താനെ പരന്നോളും. ഉദ്ദിഷ്ടകാര്യ സാധ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശ്യം എന്താണ്? ആ ഭഗവാനിങ്കിലേക്ക്, നമ്മുടെ ഉള്ളിലെ മാലിന്യമെല്ലാം കളഞ്ഞ് ഭഗവാനിങ്കിലേക്കൊന്ന് എത്തിച്ചേരണമെന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അതിന് ഈ ഉള്ളിലത്തെ മഥനം കൊണ്ട് പരിശുദ്ധമായി അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഉദ്ദിഷ്ടകാര്യ സാധ്യമായി. ആ ഉദ്ദിഷ്ടകാര്യ സാധ്യം പക്ഷേ പിന്നീട് സൽകീർത്തി തേടി പോവില്ല. അത് സൽകീർത്തി തേടിപ്പോയാൽ അത് മലീമസപ്പെടും. അത് പരിപൂർണമായും പരിശുദ്ധമായി തന്നെ നിൽക്കും. അങ്ങനെയുള്ള ആ വെണ്ണയാക്കി മാറ്റി ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ തൃക്കൈയിലെ ഒരു ഉരുള വെണ്ണയാക്കിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ഇന്ന് പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുത്തേക്കുള്ള അർച്ചനയായി ഭഗവാനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ഈ 28 ദശകങ്ങൾ നമ്മളെക്കൊണ്ട് അർത്ഥവിചാരം ചെയ്യിച്ചതുപോലെ ഭഗവാന്റെ സങ്കല്പം പോലെ ഭഗവാൻ 29 മുതലുള്ളതും ഭഗവാൻ വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.
ഗോവിന്ദ. നമ്മൾ പതിവ് പോലെ 29ാമത്തെ ദശകത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം വായിച്ചാണ് നിർത്തിയത്. ബാക്കിയൊക്കെ ഇനിയും ഭഗവാൻ അവിടുത്തെ സങ്കല്പം പോലെ നടത്തട്ടെ. നമുക്ക് അടുത്ത സത്സംഗത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ 29ാമത്തെ ദശകം തുടരാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.